ഹലോ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിച്ചിരുന്നത് നമ്മുടെ വോട്ട് പാഴാകില്ല, അനീഷ് വിജയിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ച ആരെയാണോ അവരെ വിജയിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ അതിൽ തീർത്തും മണ്ടരായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് വെറുതെ ഒരു നോക്കുകുത്തികളായിട്ട് ഇരുത്തി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ പിന്നെ ബിഗ് ബോസിന് അവരുടെ ഒരു തീരുമാനമെടുത്ത് വിജയിപ്പിക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ കൊണ്ട് വെറുതെ വോട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പിന്നെ ബിഗ് ബോസ് തിരഞ്ഞെടുത്ത ഒരാളെ അങ്ങ് വിജയിപ്പിക്കുക. വെറുതെ എന്തിനാണ് ജനങ്ങളെ മണ്ടരാക്കുന്നത്? വെറും വിഡ്ഢിവേഷം കെട്ടി കാണികളായിട്ടിരുന്ന നമ്മളൊക്കെ വെറും വിഡ്ഢികളാണെന്നേ പറയാനുള്ളൂ. ഇതിനകത്ത് ശരിക്കും ജയം വന്ന് അരികെ നിന്നിട്ട് തൊട്ടരികെ നിന്നിട്ടും ജയിക്കാൻ അർഹനായ ആൾ ഇതിനകത്ത് തോൽവിയായി പോയതും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നല്ലൊരു വിഷമമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കി കാണും. ഒരു സാധാരണക്കാരൻ ജയിച്ച് കാണുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനൊരു പരിപാടി കാണിച്ചത്. PR കൊടുത്തു നിന്ന വ്യക്തികൾ പോലും ജയിക്കുക എന്ന് പറയുന്നത്, PR കൊടുത്തു നിന്ന വ്യക്തി ജയിച്ചു. സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത്രയും ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ട് ആ മനുഷ്യനിൽ നിന്ന് എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ട് പോലും വിന്നറാകാൻ ഏറ്റവും അർഹനായിട്ട് പോലും ബിഗ് ബോസ് അദ്ദേഹത്തെ പിന്തള്ളപ്പെട്ടു. അപ്പം കണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടരാണെന്ന് ബിഗ് ബോസ് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാ ജനങ്ങളും ഇത് കാണുന്നവരാണ്. ഇതിൽ എത്രത്തോളം അനീഷിന് സപ്പോർട്ടുണ്ടെന്നും അനീഷ് എത്ര നല്ലൊരു വ്യക്തിയാണെന്നും ബിഗ് ബോസിനും അറിയാം, ഈ കണ്ട ജനങ്ങൾക്കും അറിയാം. ഇങ്ങനൊരു പരിപാടി ജനങ്ങളെ മണ്ടരാക്കിക്കൊണ്ട് നിങ്ങൾ തുടരാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.